ഹലോ, എങ്ങനെ വളരെ കുറച്ച് നാൾ കൊണ്ട് PSC ക്രാക്ക് ചെയ്യാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ PSC പഠിക്കുന്ന എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമാണ്, അല്ലേ, ഒരൊറ്റ ഗോളാണ്. എന്താണത്? ഒരു ഗവൺമെൻറ് ജോബ് നേടുക. അതാണ് നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ ടാർഗറ്റ് എന്താണ്? അത് ആദ്യം സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെക്രട്ടറിയേറ്റ് OAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തു, അല്ലേ? എന്നിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുക. നമ്മൾ എന്തായാലും PSCയിലേക്ക് ഇറങ്ങി. ഇനി അത് നേടണം എന്ന വാശി ഉണ്ടാവണം. നമുക്ക് മുന്നിൽ എത്ര സമയമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അത് മാക്സിമം ഉപയോഗിക്കുക. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് PSC പഠിക്കുന്നവരാണോ, അല്ലെങ്കിൽ 4 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 2-3 മാസങ്ങൾ കൊണ്ട് പഠിക്കുന്നവരാണ്, ഇനി എനിക്ക് എക്സാം എഴുതി കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. അതിലൊന്നുമല്ല കാര്യം. ഫ്രഷറാണെന്നോ 4 വർഷം കൊണ്ട് പഠിക്കുന്നോ അതിലൊന്നുമല്ല കാര്യം. നമ്മുടെ മുന്നിൽ ഉള്ള സമയം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നു, അവർക്കായിരിക്കും PSC ക്രാക്ക് ചെയ്യാൻ പറ്റുക. ആദ്യം നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കണം. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏത് എക്സാമാണ് അതിനു വേണ്ടി സ്ട്രാറ്റജിക്കലായിട്ട് പഠിച്ചു പോവുക. അതിന് ആദ്യം വേണ്ടത് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നാണ്. ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രീ ടൈം എത്രയുണ്ടെന്ന് ആദ്യം അനലൈസ് ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ടൈം ടേബിൾ സെറ്റ് ചെയ്തു. എന്നിട്ട് എന്താണ് വേണ്ടത്? ടൈം ടേബിളിൽ നമ്മൾ ആദ്യമേ തന്നെ ഉൾപ്പെടുത്തേണ്ടത് നമ്മുടെ സ്ട്രോങ് പോയിൻറ്റ്സ് ഒക്കെയാണോ? അല്ല, നമ്മുടെ വീക്ക് ടോപ്പിക്സ് ആദ്യം കണ്ടെത്തുക. എന്നിട്ട് അതനുസരിച്ചായിരിക്കണം നമ്മളുടെ ടൈം ടേബിൾ എപ്പോഴും പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതൊരു എപ്പോഴും രാവിലെ പഠനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ 5 മണി തൊട്ട് രാവിലെ 5 മണി തൊട്ട് 8 മണി വരെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ പുതിയ ടോപ്പിക്കായിരിക്കണം പഠിക്കുക. രാവിലെ പഠിക്കാനിരിക്കുന്നു, തലേ ദിവസത്തെ ബാക്കി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് പഠിച്ച് തീർക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. എന്ത് വേണം? ആദ്യമേ പുതിയ ഒരു ടോപ്പിക്ക് ആണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. അപ്പോൾ ഫ്രഷായിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയുള്ള ഒരു എനർജി തോന്നാറുണ്ട്. അപ്പോൾ എപ്പോഴും പുതിയ ടോപ്പിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. എപ്പോൾ? വൈകുന്നേരം, എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനത്തിലുണ്ടായിട്ടുള്ള ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം നമ്മൾ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ച് പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ നോക്കൂ, നമുക്ക് എത്ര ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഇത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടായിരിക്കണം നമ്മൾ PSCക്ക് പഠിക്കേണ്ടത്. അതായത് പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺസ് മനസ്സിലാക്കി അതനുസരിച്ച് പഠിക്കുക. ഇപ്പോഴും കുറേ പേരുണ്ട് പഴയ റാങ്ക് ഫയൽസ് വെച്ച്, അതായത് ഒരു ദിവസം 10 പേജ് അങ്ങനെയൊക്കെ പഠിച്ച് പോകുന്നവർ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊന്നും PSC ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ പഠിക്കേണ്ടത് PSC റീസെൻ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ എന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ടായിരിക്കണം പഠിക്കേണ്ടത്. SCERT NCERT ഒക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. SCERT ന്യൂ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് മസ്റ്റായിട്ട് നോക്കിയിട്ടുണ്ടാവണം. അതായത് 5, 7, 9 ക്ലാസ്സിലെ ടെക്സ്റ്റുകൾ മാറിയിട്ടുണ്ട്. ആ ടെക്സ്റ്റുകളൊക്കെ സിലബസ് അനുസരിച്ച് വരുന്ന ടോപ്പിക്സ് മനസ്സിലാക്കി എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. PSCയുടെ ട്രെൻഡ് അനുസരിച്ച് അത് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് ഇനി അങ്ങോട്ട് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ല, ഇപ്പോഴും പഴയ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എളുപ്പം PSC ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സ്റ്റഡി പാറ്റേൺ ഒന്ന് മാറ്റുക. അപ്പോൾ അതും എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും ടൈം കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ 6 മണിക്കൂറെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. 6 മണിക്കൂർ പഠിക്കാൻ പറ്റാത്തവർ, ജോലി ചെയ്യുന്നവർ, വീട്ടമ്മമാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ടൈമാണ് പറ്റുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പഠിക്കുക. ഇപ്പോൾ ഞാനൊരു 6 മണിക്കൂർ പഠിക്കണം എന്ന് പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ഓവർലോഡ് എടുക്കരുത്. നമ്മുടെ ഓരോരുത്തരുടെയും ടൈം അനുസരിച്ച്, നമ്മുടെ പവർ അനുസരിച്ചായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, നമുക്ക് വേണ്ട സിലബസ് എപ്പോഴും നമ്മുടെ ടൈം ടേബിൾ എപ്പോഴും നമ്മളായിരിക്കണം
പ്രിപ്പയർ ചെയ്യേണ്ടത്. മറ്റൊരാൾ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്ന ടൈം ടേബിൾ നമുക്ക് എന്നും ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതശൈലി എങ്ങനെയാണ്, നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്ര ടൈമാണ് പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുക, അതൊക്കെ നമ്മളെ അറിയുന്നത് നമുക്ക് മാത്രമാണ്. അപ്പോൾ അതനുസരിച്ച് എന്തായാലും നിങ്ങൾ പഠിക്കുക. മറ്റൊരാളുടെ അത് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതനുസരിച്ച് എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. അതനുസരിച്ച് അത് ഫോളോ ചെയ്ത് തന്നെ പോകണം. ഇപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 15 ദിവസം അത് ഫോളോ ചെയ്ത് പോയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്കുണ്ടാകുന്ന ഡിഫറൻസ്, നമ്മളുടെ എക്സാമിൽ വരുന്ന നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ കറണ്ട് അഫെയർ പഠിക്കുന്ന ടൈമിലും ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ PSC എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് ഈ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതനുസരിച്ച് പഠിക്കുക. വേണ്ടതും വേണ്ടാത്തതും അതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റണം നമുക്ക്. അത് ആ ഒരു കഴിവ് നമുക്ക് കിട്ടണമെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ PSC ക്രാക്ക് ചെയ്തിട്ടുള്ളവരുടെ, റാങ്ക് നേടിയിട്ടുള്ളവരുടെ വീഡിയോസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലവർ പറയുന്ന കേൾക്കാം, ഞാൻ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തു, അതിനൊപ്പം തന്നെ എക്സാംസ് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു, മോക്ക് ടെസ്റ്റുകൾ ചെയ്തു എന്നൊക്കെ പറയുന്ന കേൾക്കാം. അപ്പോൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു PSCയുടെ ആ ഒരു ട്രാക്ക് മനസ്സിലാക്കി ആ ഒരു രീതിയിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റുള്ളൂ. അത് മനസ്സിലാക്കുക. ഇപ്പോൾ എക്സാം പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാലും PSC ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഇന്ന് LGS എക്സാം കഴിഞ്ഞൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എക്സാമിൻ്റെ ടൈമിൽ ചെന്നപ്പോൾ ഓപ്ഷൻസൊക്കെ കണ്ടപ്പോൾ കൺഫ്യൂഷൻ വന്നു. ഇപ്പോൾ കറണ്ട് അഫെയറിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും കറണ്ട് അഫെയർ ഇപ്പോൾ ഞാൻ കൊടുത്ത PDFകളുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് പഠിച്ചിട്ടുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ ആ PDFകളിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. എന്നിട്ട് അതൊന്നും ഓപ്ഷൻ വന്നപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്ന്. അപ്പോൾ ഇതാണ് പ്രശ്നം. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടൈമിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തില്ല എന്നെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ ഒട്ടും സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. കൺഫ്യൂഷൻ അടിച്ച് നെഗറ്റീവ് അടിക്കേണ്ടി വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ ഒരു അടുത്ത കാലങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മസ്റ്റായിട്ട് നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ അതിൽ നമുക്കറിയാം കറണ്ട് അഫേഴ്സൊക്കെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ചോദിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ 2011 12 ഒക്കെ ആ പഴയ പാറ്റേണൊക്കെ നോക്കി ആ ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. നമ്മൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് പഠിക്കണം, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ നമ്മൾ റീകോൾ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിലല്ല, എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ടൈമിൽ, അങ്ങനെയുള്ള ടൈമിലൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ.